ഹലോ, ഇന്ന് നമ്മൾ കിങ് അബ്ദുൽ അസീസ് സെൻറ്റർ ഫോർ വേൾഡ് കൾച്ചർ അല്ലെങ്കിൽ ഇത്ര എന്നറിയപ്പെടുന്ന നമ്മൾ ദമാമാരുടെ സ്വന്തം ഇത്രയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത്ര എന്ന് പറയുന്നത് ഒരു വേൾഡ് കൾച്ചറൽ സെൻറ്ററാണ്. ദഹ്റാനിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത് കേട്ടോ. 2016 ഡിസംബർ 1 കിങ് സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഇനോഗ്രേറ്റ് ചെയ്ത് സൗദി അറാംകോ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൾച്ചറൽ സെൻറ്ററാണ് ഇത്ര. അപ്പം ലാസ്റ്റ് വീക്ക് വരെ അവിടെ ജപ്പാൻ കൾച്ചറൽ ഡേയ്സ് നടക്കുകയായിരുന്നു. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു ജപ്പാനിലെത്തിയൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ജപ്പാനിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്കതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം, അതിനെക്കുറിച്ച് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ അവർ അവിടെ ചെയ്തിട്ടുണ്ട്. ലൈവായിട്ട് അവരത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ നമുക്ക് അവരോട് തന്നെ ചോദിക്കുകയും ചെയ്യാം. അങ്ങനത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റോളുകളൊക്കെ വിസിറ്റ് ചെയ്തു, അവരുടെ അടുത്ത് സംസാരിച്ചു. അവരും ഭയങ്കര ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വോളണ്ടിയേഴ്സ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം വിസിറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഈ സൗദി അറേബ്യയിൽ ഇരുന്നുകൊണ്ട് ജപ്പാനിലെ കൾച്ചേഴ്സും അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അല്ലേ. അപ്പോൾ അങ്ങനെ അതെല്ലാം വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ ആ മെയിൻ ഇത്രയുടെ ഉള്ളിലേക്ക് പോകാനായിട്ട് പോവാണ്. അതിനു മുമ്പേ അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അവിടെ ജപ്പാനത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക് അവർ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കേട്ടു കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ നിന്ന് കണ്ടു. നമ്മളെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ശരിക്കും ഒരു ജപ്പാനിലെത്തിയ ഫീലാണ്. ആ ഒരു തീമിലാണ് അവിടെ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുട്ടികൾക്ക് ഇത്രയിൽ പോകാൻ പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അവിടെ ഒറിഗാമി ആയിരുന്നു കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ജാപ്പനീസ് പേപ്പർ ഫോൾഡിങ് ക്രാഫ്റ്റാണ് ഒറിഗാമി. അവർ നമുക്ക് ഒറിഗാമി പേപ്പർ തരും, സാധനങ്ങളൊക്കെ തരും. എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻസും തരും, നമ്മുടെ കൂടെ ചെയ്യും. എന്നിട്ട് അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു സംഭവമാണ് കേട്ടോ. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ക്രാഫ്റ്റാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ ആ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. അത് കൂടാണ്ട് നമ്മൾ ജാപ്പനീസ് ഭാഷയിൽ നമ്മുടെ പേര് എഴുതുന്ന ഒരു സംഭവം നമുക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റും കേട്ടോ. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ട്രഡീഷണൽ വെയർ ആയിട്ടുള്ള കിമോണോ എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഓരോ ഡ്രസ്സിനെയും കുറിച്ച് ഫുൾ ഡിസ്ക്രിപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും സാധിക്കും. പിന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. പറയാണ്ടിരിക്കാൻ പറ്റില്ല, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്ര എന്ന് പറയുന്നത് കുട്ടികൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പോകാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എപ്പോഴാണെങ്കിലും കേട്ടോ. അപ്പോൾ ഇനി അവിടെ നിന്നുള്ള ആക്ടിവിറ്റീസിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. പിന്നെന്താ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.